നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ തൃശ്ശൂർ സഹോദയ കിഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലച്ചുവിനെയൊക്കെ കൊണ്ട് പോവുകയാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് 7:30 ആകുമ്പോഴത്തേക്ക് രണ്ട് വണ്ടി നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വണ്ടിയിൽ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പാരൻസും ഇവിടെ കുട്ടികളെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ലച്ചു ഇന്ന് ഗ്രൂപ്പ് ഡാൻസിനുണ്ട്. ഇവർ 7 കുട്ടികളാണ് ഗ്രൂപ്പ് ഡാൻസിനുള്ളത്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്നും തൃശ്ശൂർ സഹോദയ ഫെസ്റ്റിന് 41 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി രാവിലെ സ്കൂളിൽ വന്നു. ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തു. അതിനുശേഷം അവർക്ക് പ്രാർത്ഥനയെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വണ്ടിയെടുത്ത് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ പോയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാനൂട്ടൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് ബാനൂട്ടിനെയും റെഡിയാക്കിയിട്ട് ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സാധാരണ ലച്ചു പോകാറുള്ള സെയിം ബസ്സിൽ സെയിം സീറ്റ് തന്നെ ലച്ചുവിന് കിട്ടിയോണ്ട് ഇത്ര ദൂരെ യാത്രയായിരുന്നെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. അന്നത്തെ ദിവസം കുഴപ്പമൊന്നുമില്ലാതെ ലച്ചു അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആട്ടോ. അപ്പോൾ ഇന്നിപ്പം അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. കാരണം അന്നേരത്തേക്ക് എനിക്കൊന്നും തന്നെ ഡബ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ സെയിം ഓട്ടോയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചെക്കപ്പിനും കാര്യങ്ങൾക്കും എല്ലാം വിളിക്കാറുള്ള ആ ഓട്ടോയ്ക്ക് തന്നെയാണ് ഞാൻ വാവയും അതുപോലെ തന്നെ അമ്മയും കൂടി പോകുന്നത്. അപ്പോൾ മാളയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും, അതായത് CBSE സ്കൂളുകളിൽ നിന്ന് തന്നെ എല്ലാവരും കാണുമല്ലോ. അപ്പോൾ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ തന്നെ നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം വീട്ടിൽ നിന്ന് തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുത്തേക്കുവാണ്. കാര്യം നമ്മൾ അവിടെ നിന്ന് പോയിട്ട് പിന്നെ കടകൾക്കൊന്നും പോകാനൊന്നും പറ്റത്തുമില്ല. പിന്നെ കടകളിൽ നിന്ന് വാങ്ങുന്നതിൽ നല്ലതല്ലേ നമ്മൾ ഫ്രഷ് ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ലച്ചുവിൻ്റെ ബാഗിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മളുടെ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയൊരു സ്കൂളാണ് ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു സ്കൂൾ തന്നെയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിൽ വരുന്നത്. 3-4 സ്റ്റേജുകളായിട്ടായിരുന്നു. ഞങ്ങൾ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ വേറെ പോയി കണ്ടില്ല, ബാനൂട്ടിനുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ വെച്ചിട്ടാണ് ഓരോ സ്റ്റേജും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓരോ കൗണ്ടറുകൾ പോലെ കൊടുത്തിട്ട് ഫുഡെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. നമ്മുടെ പാരൻസിനും ടീച്ചേഴ്സിനും എല്ലാം അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ബാനൂട്ടൻ കുഴപ്പമില്ലാതൊക്കെ ഇരുന്നിട്ട് പിന്നെ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ലാതെ നല്ലൊരു ഡാൻസ് തന്നെയായിരുന്നു. എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം. എന്ത് രസമായിട്ടാണ് കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടികൾക്കും ഇന്ന ആൾക്ക് കൊടുക്കണം, ഇന്ന ആൾക്ക് ഫസ്റ്റ് കിട്ടണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയും നന്നായിട്ടായിരുന്നു ഓരോ കുട്ടികളും കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ലച്ചുവിനൊക്കെ ഒരുക്കുന്ന റൂമിൽ പോയായിരുന്നു. കാരണം നമ്മളോട് അവിടെ ഒന്നും ചെല്ലണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഇവരെ പറ്റിയിട്ടൊരു വിവരങ്ങളും കിട്ടാതായപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ബാക്കി ഒരുങ്ങാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഇവരുടെ കൂടെ 7 കുട്ടികളാണെങ്കിലും ഇവരിൽ 3 പേര് വേറെ കുറച്ച് പ്രോഗ്രാംസിനും കൂടി പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ എന്താ പറയുക ഡാൻസ് പ്രോഗ്രാമിൻ്റെ സെയിം ടൈമിൽ തന്നെ ഇവർക്ക് പോയി പങ്കെടുക്കാൻ പറ്റിയില്ല. മറ്റേ കുട്ടികളുടെ ആ ഒരു ടൈമും ഇത് മാനേജ് ചെയ്തിട്ട് വേണമായിരുന്നു ഇവരുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവരുടെ ഓരോ പ്രോഗ്രാം. അപ്പോൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ പ്രോഗ്രാം സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 12 മണി കഴിഞ്ഞായിരുന്നു. അങ്ങനെ കുറേയൊക്കെ ഡിലേ ഒക്കെ വന്നായിരുന്നു. പിന്നെ ഒന്നാമത് കൊച്ചു കുട്ടികളായതുകൊണ്ടും അങ്ങനെ കുറച്ച് ഡിലേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3-3:30 മണിയായി. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് കുറേ കുട്ടികളുടെ പ്രോഗ്രാമെല്ലാം കണ്ടു. ആ ടൈമിലേക്ക് വാവേ ബാനൂട്ടനെയൊക്കെ പാലൊക്കെ കൊടുത്ത് ഉറക്കി. പിന്നെ ബാനൂട്ടൻ എഴുന്നേറ്റ് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം പോയി കിട്ടി. അപ്പോൾ ലച്ചുവൊക്കെ അടുത്തായിട്ട് അവരുടെ ഡാൻസാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്.
അപ്പോൾ ലിച്ചുവിൻ്റെയൊക്കെ ഫുള്ള് ഡാൻസ് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണം എന്നുള്ളവർക്ക് അവിടെ പോയിട്ട് കാണാം. ഞാനപ്പോൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ഉഗ്രം വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക.